ജഡമായി വരുന്നു. നേതൃത്വം കൊടുത്ത് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തിച്ചിരിക്കുന്ന ശ്രീമതി ബിന്ദു, ശ്രീമതി ബിനി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 129-ാം ദിവസമായി ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മെയ് മാസമായിരുന്നു ഇവർ സമരത്തിൻ്റെ രീതി ഒന്ന് മാറ്റി തുടങ്ങിയത്. അതായത് രാപ്പകൽ സമരം എന്ന രീതിയിലേക്ക് മാറിയത്. കാസർഗോഡ് മുതൽ ആരംഭിക്കുന്ന ഒരു സമരം ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇൻക്ലാബ് സിന്ദാബാദ്, ആശാ സമരം സിന്ദാബാദ്, മഹാറാലി സിന്ദാബാദ്, സമരയാത്ര സിന്ദാബാദ്. പോരാട്ടത്തിൻ പുതുചരിതവുമായി ആശമാരാം പോരാളികളുടെ മരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തത്. മരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തത്. ഭരണമേ മറന്നു സാധുശ്രീ പൊരുതുവാനുറച്ചു ഞങ്ങൾ ധീരരായി വരുന്നിതാ പ്രവാഹമായി. പാലാൽ പടാസമാര സക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര സക്തരല്ല അടിമവേല ചെയ്യുകില്ല. കൂലിക്കൂട്ടണം ചൂഷണം നിർത്തണം, പാരടിച്ചു വീടുവാനുറച്ചു നീങ്ങണം. കൂലിക്കൂട്ടണം ചൂഷണം നിർത്തണം, പാരടിച്ചു വീടുവാനുറച്ചു നീങ്ങണം. ആശമാര സക്തരല്ല അടിമവേല ചെയ്യുകില്ല, ആശമാര സക്തരല്ല അടിമവേല ചെയ്യുകില്ല. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ. വെളിച്ചമേക്കുമൊരു നിസ്വജീവൻ മിഴിയടഞ്ഞു ജഡമായി വരുന്നു. കരയുമഴലതിലെന്തു കാര്യം, ഇതു തുടരുവതു തന്നെങ്കിൽ. തൊഴിലാളുമെല്ലാ മനുഷ്യനും വയറെറിയും അഞ്ചാളു വീട്ടിലുണ്ടാ. ദീപം തെളിക്കുമീ ജീവിതങ്ങൾ കൂരിരുളിൽ കഴിയുന്നത്
എന്തു കഷ്ടം. ഒരു സംസ്ഥാന കമ്മിറ്റിയോ നടത്തുന്ന സമരമല്ല. കേരളത്തിലെ ഏത് തെരുവിൽ ചെന്നാലും നമ്മുടെ ആശ്വാസത്തിന്റെ മുഖത്ത് ഒരു ക്ഷീണവുമില്ല. എല്ലാവരും ഓടി വന്ന് ചോദിക്കുന്നു, ബിന്ദു മേഡം കുതിര ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മഹാറാലിയുടെ ഈ സമരയാത്രയുടെ സമാപനവും ഈ മഹാറാലിയുടെയും അധ്യക്ഷനായിരിക്കുന്നത് വളരെ ചങ്കൂറ്റത്തോടുകൂടി ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് നമ്മുടെ കേരളത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നമ്മുടെ ക്യാപ്റ്റന് ഹാരമണിയിക്കുന്നു. നേതൃത്വം കൊടുത്ത് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തിച്ചിരിക്കുന്ന ശ്രീമതി ബിന്ദു, ശ്രീമതി ബിനി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ 50 പേരല്ല. ആശാ വർക്കർമാരുടെ ഈ ഒരു രാപ്പകൽ സമരം ഇനിയും അവസാനിക്കുന്നില്ല, തുടരാനാണ് അവരുടെ തീരുമാനം. കൂടാതെ ഇനിയൊരു UDF ഭരണം അധികാരത്തിൽ വന്നാൽ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കലാകും ആദ്യത്തെ തീരുമാനമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവരോട് പറഞ്ഞത്. ന്യൂസ് തിരുവനന്തപുരം.